Hi everyone, this is your friend Amit. Welcome to channel Comrade C. ഇന്നത്തെ വീഡിയോ വളരെ ഹോട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിന്റെ മുകളിലാണ്. ദാറ്റ് ഈസ് CA റിയലി ടഫ്? യെസ്, ഇതാണ് ഇന്നത്തെ ടോപ്പിക്. ധാരാളം ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇസ് CA റിയലി ടഫ്? അത് വെറും ഒരു റൂമർ ആണോ അല്ലെങ്കിൽ ഒരു മിത്ത് ആണോ എന്നുള്ളത്. സോ ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഇറ്റ്. ഇസ് CA റിയലി ടഫ്? ഈ ക്വസ്റ്റ്യൻ എന്താണ് അറൈസ് ചെയ്യേണ്ട ആദ്യത്തെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറേ കുട്ടികൾ ഈ എക്സാം എഴുതുന്നുണ്ട്. അവർ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്സ് അവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട്സും അവർക്ക് കിട്ടുന്നില്ല. അവർ മാത്രമല്ല, ടീച്ചേഴ്സും ചിന്തിക്കും ചിലപ്പോഴും ഈ കുട്ടി ഈ ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ, CA പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്തായാലും റാങ്ക് കിട്ടുമെന്ന്. അത് നടക്കുന്നില്ല. അല്ലെങ്കിൽ ചില കുട്ടികൾ എന്തായാലും ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും, പക്ഷെ അവൻ പാസ്സാവുന്നില്ല. ദാറ്റ് മീൻസ് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് അവർക്ക് കിട്ടുന്നില്ല. അത് ടീച്ചേഴ്സ് ആയാലും അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയാലും. സോ അലോങ് വിത്ത് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, എവ്രിവൺ ഫീൽസ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. മാർക്കറ്റിൽ വളരെയധികം നെഗറ്റിവിറ്റി ഉണ്ട് ഈ CA കോഴ്സിനെ പറ്റി. ആൻഡ് ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ബിക്കോസ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദി എക്സ്പെക്റ്റഡ് റിസൾട്ട്സ്. സോ ഗായ്സ്, അക്കോർഡിംഗ് ടു my point of view, is CA course tough? Then the answer would be yes. Yes, CA course is tough, not because it is very hard to crack, but it is tough because it has a vast course. So CA course is tough. അത് ടഫാണ്, പക്ഷെങ്കിൽ അത് വളരെ ഹാർഡായതുകൊണ്ടല്ല ഈ ടഫ്നെസ്. അല്ലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല, ഈസിലി മനസ്സിലാവുന്നില്ല, അങ്ങനെയുള്ള കാരണമൊന്നുമല്ല ഇതിൻ്റെ ടഫ് ആവാനുള്ള കാരണം. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. ഇറ്റ്സ് ടു മച്ച് അല്ല, ഫോർ മച്ച് ആണെന്ന് വേണമെങ്കിൽ പറയും. ഇറ്റ്സ് വാസ്റ്റ് ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു റീറ്റെയിൻ ഇറ്റ്. ഇത്രയും വാസ്റ്റായ സിലബസ് ആയതുകൊണ്ട് തന്നെ അതിനെ റീറ്റെയിൻ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റിയും ഉണ്ടാവണം. അതങ്ങനെ ആയതുകൊണ്ടാണ് ഇത് വളരെ ടഫ്. ദാറ്റ് മീൻസ് നിങ്ങൾ എല്ലാ ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞു, പിന്നെ നിങ്ങൾ എല്ലാ ടോപ്പിക്കും മനസ്സിലാക്കിയതിന് ശേഷം എക്സാമിൽ പോയിരിക്കുമ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മറന്നു തുടങ്ങും. ഒബ്വിയസ്ലി സിയുടെ സിലബസ് വളരെ വളരെ വാസ്റ്റാണ്. അപ്പോൾ അതിന് റീറ്റെയിൻ ചെയ്ത് വെക്കാനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എത്രയാണ് ഇതിനകത്ത് ഈ പഠിച്ചതൊക്കെ ഓർമ്മിച്ച് വെക്കാനും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ദോസ് ഹു ഹാവ് എ റീറ്റെയിനിങ് പവർ, ആർക്കാണോ നല്ല റീറ്റെയിനിങ് പവർ ഉള്ളത്, അവർക്ക് ഈ കോഴ്സ് അല്ലെങ്കിൽ അവർക്ക് ഈ CA എക്സാം അത്ര ടഫായിട്ട് തോന്നില്ല. പിന്നെ ഒരു കാര്യം, സിയുടെ ചെക്കിംഗ് സിസ്റ്റം കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ധാരാളം ടൈമിൽ ഇങ്ങനെ ഒരു കാര്യമാവും. എക്സാംസ് ചെയ്തതിന് ശേഷം ഞങ്ങളെ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ മിനിമം എക്സ്പെക്റ്റഡ് മാർക്സ് ആയിരിക്കും ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് കാൽക്കുലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് റിസൾട്ട് വരുമ്പം ആ എക്സ്പെക്റ്റഡ് മാർക്സ് ഞങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഷോക്ക്ഡ് ആയിരിക്കും റിസൾട്ട്സ് കണ്ടിട്ട്. ദാറ്റ് മീൻസ് എക്സ്പെക്റ്റഡ് മാർക്സ് അവിടെ തീരെ അവർക്ക് കിട്ടിയിട്ടില്ല. സോ ഈ ഒരു ചെക്കിംഗ് സിസ്റ്റമിനകത്ത് ചെറിയൊരു വ്യത്യാസം അല്ലെങ്കിൽ മാറ്റം സംഭവിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇങ്ങനെയാണ് കൂടുതലും സീനിയർ ആയിട്ടുള്ള CAസും എല്ലാവരുടെ കൗൺസിലും ഒക്കെ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഈ മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഡിസേർവ് ചെയ്യുന്ന മാർക്സ് അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതേ സമയം ഞാനും പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്, ലൈക്ക് ഇത്രയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം എന്താണ് എനിക്ക് ഈ എക്സ്പെക്റ്റഡ് മാർക്സോ അല്ല എൻ്റെ മാർക്സ് എന്താണ് ഇമ്പ്രൂവ് ആവാത്തെന്നുള്ളത് കുറേ വട്ടം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, ഞങ്ങൾ നന്നായിട്ട് ഉള്ളിലൊന്ന് ഞങ്ങളെ സ്വന്തം ഒന്ന് നിരീക്ഷിച്ച് നോക്കണം. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഇൻട്രോസ്പെക്ട് അവർ സെൽഫ്സ്. എന്താ കുറേ ടൈമിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾ നന്നായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ അത് ചിലപ്പം വർക്കൗട്ട് ആവില്ല. ദാറ്റ് മീൻസ് ഞങ്ങൾ സക്സസ്ഫുൾ ആവാത്ത ആ സ്ട്രാറ്റജി ചിലപ്പം ഞങ്ങൾക്ക് റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അതിന് നല്ലൊരു ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടാവും. ബിക്കോസ് ICAയുടെ CA എക്സാം ക്വാളിഫൈ ചെയ്യാൻ അതിന് നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാവണം. പിന്നെ അത് നിരന്തരമായിട്ട് ഫോളോവും ചെയ്യണം. ഞാൻ എന്നെപ്പറ്റി പറയുകയാണെന്നെങ്കിൽ, ഞാൻ വളരെ ഫ്രീക്വൻ്റ്ലി എക്സാംസിൽ ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ വളരെ ലീസ്റ്റ് പ്രിഫറൻസ് ആയിരുന്നു ICA മെറ്റീരിയൽ, സ്റ്റഡി മെറ്റീരിയലിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് എനിക്ക് ടൈമും കിട്ടായിരുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെങ്കിൽ അതിനുശേഷം ഞാൻ ഓൺലി ICA മെറ്റീരിയലിന് മാത്രമാണ് പ്രിഫറൻസ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ റിസൾട്ട്സും ചേഞ്ച് ആയി ആൻഡ് ഐ ഗോട്ട് പാസ്ഡ്. സോ ICA മെറ്റീരിയലിന് നല്ല പ്രിഫറൻസ് കൊടുത്തിട്ട് വായിക്കണം. സോ പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു.
സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ബ്ലെയിം CA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുകളിൽ ഇടാൻ പറ്റില്ല. ദാറ്റ് വി ആർ ഗെറ്റിംഗ് ഫെയിൽഡ് ഓർ വി ആർ ഗെറ്റിംഗ് പുവർ മാർക്സ്. അവരുടെ ചെക്കിംഗ് സിസ്റ്റം എങ്ങനെ ആയിക്കഴിഞ്ഞാലും വി ഹാവ് ടു ഡു അവർ പാർട്ട്. അപ്പോൾ കുട്ടികൾ പഠിക്കുന്നതിനൊപ്പം തന്നെ ഒരു നല്ല സ്ട്രാറ്റജി കാണണം ഫോർ റിവൈസിങ് ആൻഡ് റീറ്റെയിനിങ് തിങ്സ് ഇൻ ദെയർ മൈൻഡ്, ദാറ്റ് ടു ടിൽ ദ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. ഇത്രയും വാസ്റ്റായ സിലബസ് പഠിക്കുന്നതിനൊപ്പം തന്നെ റിവൈസ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയും അവരുടെ കയ്യിൽ ഉണ്ടാവണം. സോ ദാറ്റ് യു ക്യാൻ കീപ് ഇറ്റ് ഇൻ മൈൻഡ് ടിൽ ദി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, കോൺസെപ്റ്റ് ഒക്കെ വളരെ നന്നായിട്ട് മനസ്സിലാക്കണം. സോ ദാറ്റ് ഞങ്ങൾക്ക് ഏത് ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റണം. യു ഷുഡ് ബി ഏബിൾ ടു സോൾവ് എനി ഓഫ് ദി ഇഷ്യൂസ്. നാലാമത്തെ കാര്യം, ICAIക്ക് ഒരു ഫിക്സ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ ഉണ്ടാവും. ഓക്കെ, ദാറ്റ് മീൻസ് അത് ചില വർഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറുമായിരിക്കും. പക്ഷേങ്കിൽ എന്നാലും ദെൻ ടു ഇറ്റ് ഈസ് വാട്ട് യു ക്യാൻ ഡിറ്റർമൈൻ ഇറ്റ്. അത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അവർ ആ എക്സാം പാറ്റേണിനൊപ്പം തന്നെ നിങ്ങൾക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ചില ആൻസേഴ്സും ഉണ്ട്. അത് അതേ രീതിക്ക് തന്നെ എഴുതണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദി എക്സ്പെക്റ്റഡ് റിസൾട്ട്സ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഹാപ്പൻസ് സ്റ്റുഡൻസ് ഹാവ് ടു സീ വേർ ദേ ആർ ലാക്കിംഗ് ആൻഡ് വേർ ദർ സ്ട്രാറ്റജി ഇസ് ഗെറ്റിംഗ് റോങ്. ഏത് സ്ഥലത്താണ് അവർ തെറ്റ് സംഭവിക്കുന്നുള്ളത് അവർക്ക് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് അവരുടെ പ്രിപ്പറേഷൻ ഫർദർ സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യം, അതും അവർ ഇൻട്രോസ്പെക്ട് ചെയ്യണം. പിന്നെ ഒരു കാര്യം ആഡ് ഓൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. CA പഠിക്കുന്ന കുട്ടികളുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് മീൻസ് അവർ CA ചെയ്യുന്നത് തന്നെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ അവർ സൊസൈറ്റിയുടെ പ്രഷറിലായിരിക്കും ചിലപ്പോൾ CA ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ആവുമ്പം ഈ കുട്ടികളുടെ മനസ്സും പാഷനും വേറെ എന്തോ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കംപ്ലീറ്റ് ഡെഡിക്കേഷനിൽ ഫോക്കസ് ചെയ്തിട്ട് ഈ CA കോഴ്സ് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരാലോചിക്കുമ്പം CA കോഴ്സ് വളരെയധികം ടഫാണ് അവർക്ക്. ആർക്കാണോ ഈ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ളത് അവരാണ് CA കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ അല്ലെ ആരുടെയെങ്കിലും പ്രഷറിൽ ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്യരുത്. അതർവൈസ് യു വിൽ ബി ഇൻ ഗ്രേറ്റ് ട്രബിൾ ഇൻ ഫ്യൂച്ചർ. So it is tough for those who don't have interest in it, and it is easy for those who keep interest in it. So people who love doing CA subjects enjoy doing that. ഇതിനോടൊപ്പം വേറൊരു കാര്യം പറയേണ്ടത്, ചില ആൾക്കാർ വിചാരിക്കുന്നത് CA എക്സാംസ് ക്ലിയർ ചെയ്യുന്നത് ടോപ്പേഴ്സിന് മാത്രം പറ്റിയ പണിയാണെന്നുള്ളത്. ഇത് അസത്യമാണ്. ദാറ്റ് മീൻസ് ദിസ് ഇസ് നോട്ട് ട്രൂ. ഞാൻ എൻ്റെ 12th ക്ലാസ് കഴിഞ്ഞിട്ട് CAക്ക് വേണ്ടി എൻറോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ടത് കൂടുതലും ടോപ്പേഴ്സാണ് ഈ പരീക്ഷയ്ക്ക് പോകുന്നത് CA കോഴ്സിനുള്ളത്. അപ്പം ഞാനും വിചാരിച്ചു ഓക്കെ, ഈ ടോപ്പേഴ്സിന് മാത്രം പറ്റുന്ന പണി തന്നെയാണെന്ന്. പക്ഷെ എന്താ, ഞാൻ കൂടുതൽ അറ്റംപ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് എടുത്തിട്ടാണ് ഞാൻ CA എക്സാംസ് ക്ലിയർ ചെയ്തത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ടോപ്പേഴ്സും CA എക്സാം ക്ലിയർ ചെയ്യാൻ അവരും മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ പാതി വഴിക്ക് ഈ കോഴ്സ് ഉപേക്ഷിച്ചിട്ടുണ്ട്. അവർ ഈ കോഴ്സ് വിട്ടിട്ട് പോയിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് വാട്ട് ഐ ഹാവ് ഒബ്സർവ്ഡ് ഇസ് ഈ ടോപ്പേഴ്സിന് മാത്രം പറ്റിയ പണിയല്ല. ആർക്കായാലും ചിലപ്പോൾ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് വരാം, ചിലപ്പം ഇല്ലാതെ ഇരിക്കാം. ഞാൻ വളരെയധികം കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവരെ സ്കൂളിംഗ് ടൈമിൽ അവർ വളരെ ആവറേജ് ആയിരുന്നു. ദാറ്റ് മീൻസ് അവർ കഷ്ടിച്ചോ അല്ലെ മാർജിനോട് കൂടിയായിരിക്കും പാസ്സായിട്ടുണ്ടാവുക. പക്ഷേ CA എക്സാംസ് വന്നപ്പോൾ അവർ അതിനകത്ത് പെർഫോം ചെയ്തപ്പോൾ അവർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ കുട്ടികൾ ടോപ്പേഴ്സാണ്. ദാറ്റ് മീൻസ് അവർ 10th and 12th അവർ വളരെ നല്ല മാർക്കോട് കൂടി പാസ്സായ ആൾക്കാരാണ്. പക്ഷേ CA എക്സാംസ് എഴുതി തുടങ്ങിയപ്പം അവർ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എഴുതിയിട്ടും ചിലപ്പോൾ അവർക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ പാതി വഴിക്ക് അതിനെ ഉപേക്ഷിച്ചിട്ടുമുണ്ട്. ആൻഡ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രഷർ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് അവർക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വാട്ട് വി ക്യാൻ ലേൺ ഇസ് CA ഇസ് നോട്ട് ഓൺലി ഫോർ ടോപ്പേഴ്സ്. സോ ഗൈസ്, ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്, ഒരു ബേസിക് തിങ് നിങ്ങൾക്ക് ഉണ്ടാവണം. ദാറ്റ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് വരണം. ദാറ്റ് ഐ ഹാവ് ടു ഡു സംതിങ്. ആ ഒരു ഇന്നർ ഫോഴ്സ്, ആ ഒരു സ്ട്രോങ് ഡിസയർ നിങ്ങൾക്ക് ഉണ്ടാവണം. സോ ഇറ്റ് ഓൾസോ മാറ്റേഴ്സ് എത്രമാത്രം നിങ്ങൾ ഹാർഡ് വർക്ക്, എത്രമാത്രം ഡെഡിക്കേഷൻ, അതും ഇത് രണ്ടും വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ കോഴ്സ് നിങ്ങൾ കൊടുക്കുമെന്ന്. സോ ഫ്രണ്ട്സ്, വാട്ട് ഐ ഹാവ് സെഡ്, യെസ് ഇറ്റ് ഈസ് ടഫ്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഈസി. സോ ഡോണ്ട് ഡീമോട്ടിവേറ്റ് യുവർ സെൽഫ്. ഹൗ വി ക്യാൻ മേക്ക് ഇറ്റ് ഈസി ഞങ്ങൾക്ക് നോക്കാം. വി ക്യാൻ മേക്ക് ഇറ്റ് ഈസി ബൈ ഫോളോയിങ് എ സ്ട്രാറ്റജി. ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് ഞങ്ങൾക്കിത് വളരെ ഈസി ആക്കി എടുക്കാം. ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതിനൊപ്പം ഇതിനെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിനെ ഫോളോ ചെയ്യണം.
അഥവാ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സെറ്റ് ബാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കീപ് ചെക്കിംഗ് ദ സ്ട്രാറ്റജി ആൻഡ് ഓൾസോ ഇംപ്രൂവൈസ് ഓൺ ദാറ്റ് സ്ട്രാറ്റജി. Okay, so first thing what you have to do is follow the ICI study material. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ് that it works magical. Please follow the ICI study material. പിന്നെ you have to do a lot of revision. You know that ICI CA syllabus is very very vast. So you should have a right strategy to revise it. Follow the active recall scientific technique. അതിനുള്ള വീഡിയോ ഞാൻ പ്രീവിയസ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. I have done that video. Maybe I will put a link in this video also. Next thing is you have to give mock test paper. Mock test paper എഴുതുക so that you can understand that how much of preparation you have done for your CA exam. Do smart work. എല്ലാവരും CA കോഴ്സ് ജോയിൻ ചെയ്തതിനു ശേഷം വളരെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് സ്മാർട്ട് വർക്കും അതിനോടൊപ്പം ചെയ്യണം. സോ ഫോർ എവറി CA സ്റ്റുഡൻറ്റ് ഇറ്റ് ഈസ് ടഫ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് വെരി ഈസി. If you understand where our preparation is lagging, so we should have a good understanding of it and have a firm grip on it, have a firm hold on it. If we have a hold on it, then it would be very easy for us. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും CA is tough and it is equally easy. We just need to see where we need to do more preparation and where we are lagging behind. If we think about it and get a strong hold on it, then this course will be very easy. So guys, ഞാൻ ഇവിടെ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വന്നതല്ല. ഞാൻ നിങ്ങളുടെ മുന്നിൽ നല്ല റിയൽ ഫാക്ട്സ് ആണ് വെച്ചത്. This is a reality check. It is very important to know whomsoever are going to think of becoming a CA, they have to keep this in their mind to achieve success. To achieve success, they have to keep this in their mind. So friends, this was all about today's video. And if you like the video and if you find anything very much relevant in this, then you know what to do. You have to hit the like button, you have to subscribe the channel Comrade CA, and you have to hit the bell icon so that you will receive the latest notification, because there are much more interesting videos that are going to come in. So stay tuned and watch the channel. Until then, this is Amit signing off. Stay motivated, stay healthy, and stay connected. Thanks for watching the video. Thank you.